Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 8th lecture on environmental studies. This lecture is based on industry and environment, which is the third module in the subject environmental studies for semester 1 students of BCom. In previous lecture, we were discussing about soil pollution, and in this lecture, we are going to discuss about marine pollution. So another type of pollution ആണ് marine pollution. നമുക്ക് marine pollutionൻ്റെ meaning, causes, effects, control measures ഇവയെല്ലാം ഡിസ്കസ് ചെയ്യാം. What do you mean by marine pollution? Marine pollution can be defined as the introduction of substances to the marine environment directly or indirectly by man, resulting in adverse effects such as hazards to human health, obstruction of marine activities and lowering the quality of sea water. മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് മറൈൻ എൻവയോൺമെൻറ്റിലേക്കുള്ള സബ്സ്റ്റാൻസസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ആൻഡ് ദിസ് ഇൻട്രൊഡക്ഷൻ ഇസ് മെയ്ഡ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ മാൻ, ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അഡ്വേഴ്സ് ഇഫക്ട്സ്. And these adverse effects includes hazards to human health, obstruction to marine activities and lowering the quality of seawater. So, man ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി മറൈൻ എൻവയോൺമെൻറ്റിലേക്ക് സബ്സ്റ്റാൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹസാർഡസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഒബ്സ്ട്രക്ട്സ് മറൈൻ ആക്ടിവിറ്റീസ് ആൻഡ് ലോവറിംഗ് ദ ക്വാളിറ്റി ഓഫ് സീ വാട്ടർ തുടങ്ങിയ അഡ്വേഴ്സ് ഇഫക്ട്സിന് കാരണമാകുന്നു. ജനറലി വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് തന്നെയാണ് മറൈൻ പൊല്യൂഷൻ്റെയും കോസസ്, ബട്ട് ദർ ആർ സർട്ടൻ സ്പെസിഫിക് കോസസ് ഓഫ് മറൈൻ പൊല്യൂഷൻ. ദേ ആർ: ഫസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഒബ്വിയസ് ഇൻപുട്സ് ഓഫ് വേസ്റ്റ് ഇസ് ത്രൂ പൈപ്സ് ഡയറക്ട്ലി ഡിസ്ചാർജിങ് വേസ്റ്റ്സ് ഇൻ ടു ദ സീ. അതായത് പൈപ്പ്സ് യൂസ് ചെയ്ത് ഡയറക്ട്ലി വേസ്റ്റുകൾ സീയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. Second one is pesticides and fertilizers from agriculture which are washed off the land by rain enter water courses and eventually reach the sea. അതായത് അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും റെയിൻ ഒക്കർ ചെയ്യുമ്പോൾ വാഷ് ഓഫ് ചെയ്യപ്പെടുന്നു ലാൻഡിൽ നിന്നും, ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ റെയിൻ വാട്ടർ, ആൻഡ് അങ്ങനെ അത് സീയിലേക്ക് എത്തുന്നു. തേർഡ് വൺ is petroleum and oils washed off from the roads normally enter the sewage system, but stormwater overflows carry these materials into rivers and eventually into the seas. അതായത് റോഡ്സിൽ നിന്നും വാഷ് ഓഫ് ചെയ്യപ്പെടുന്ന പെട്രോളിയം ആൻഡ് ഓയിൽസ് ഇത് സീവേജ് സിസ്റ്റത്തിലേക്ക് നോർമലി എൻ്റർ ചെയ്യുന്നു, ബട്ട് സ്റ്റോം വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്ന ഒന്നാണ്, ആൻഡ് ഈ ഓവർഫ്ലോ വഴി ഈ മെറ്റീരിയൽസിനെ റിവേഴ്സിലേക്കും ഇവൻച്വലി സീയിലേക്കും എത്തിക്കുന്നു. Fourth one is ships carry many toxic substances such as oil, liquefied natural gas, pesticides, industrial chemicals, etc. in huge quantities. Ship accidents and accidental spillages at sea therefore can be very damaging to the marine environment. അതായത് കപ്പലുകൾ ഒരുപാട് ടോക്സിക് സബ്സ്റ്റാൻസസുകൾ ക്യാരി ചെയ്യുന്നുണ്ട്. അതായത് ഓയിൽ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് തുടങ്ങിയ ടോക്സിക് സബ്സ്റ്റാൻസസ് ഷിപ്സ് ക്യാരി ചെയ്യുന്നുണ്ട്, അതും ഹ്യൂജ് ക്വാണ്ടിറ്റീസിൽ. ആൻഡ് ഷിപ്പ് ആക്സിഡൻസോ ആക്സിഡൻ്റൽ സ്പില്ലേജസോ ഒക്കെ കടലിൽ വെച്ച് സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ ടോക്സിക് മെറ്റീരിയൽസ് എല്ലാം സീയിൽ കൂടിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിപ്പ് ആക്സിഡൻസും ആക്സിഡൻ്റൽ സ്പില്ലേജസും ഒക്കെ മറൈൻ എൻവയോൺമെൻറ്റിന് വളരെ ഡാമേജിങ് ആയ ഒന്നാണ്. ഫിഫ്ത്ത് വൺ ഇസ് ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓൾസോ പൊല്യൂട്ട് ദ സീ വാട്ടർ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അതായത് ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലോറേഷനും എക്സ്ട്രാക്ഷനും ഒക്കെ സീ വാട്ടറിനെ ഒരു ലാർജ് എക്സ്റ്റെൻറ്റിൽ പൊല്യൂട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് സ്പെസിഫിക് കോസസ് ഓഫ് മറൈൻ പൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ഇസ് ലാൻഡ് സോഴ്സസ് ഓഫ് മറൈൻ പൊല്യൂഷൻ. There are two land sources of marine pollution. They are point sources and non-point sources. Point sources: any pollution from a confined and discrete conveyance such as a pipe, ditch, channel, tunnel, well, fissure, etc. is known as പോയിൻറ്റ് സോഴ്സ് പൊല്യൂഷൻ. അതായത് ഒരു കൺഫൈൻഡ് ആൻഡ് ഡിസ്ക്രീറ്റ് കൺവെയിൻസിൽ നിന്നും, അതായത് പൈപ്പോ ഡിച്ചോ ചാനലോ ടണലോ വെല്ലോ ഫിഷറോ ഇവയിൽ നിന്നൊക്കെയുള്ള പൊല്യൂഷനെയാണ് നമ്മൾ പോയിൻറ്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് പോയിൻറ്റ് സോഴ്സ് പൊല്യൂഷനാണ് സീവേജ് എഫ്ലുവൻസും മറ്റ് ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജസും ഒക്കെ. നെക്സ്റ്റ് വൺ ഇസ് നോൺ പോയിൻറ്റ് സോഴ്സസ്. Non-point sources are harder to identify, include urban storm water runoff and overflow discharges as well as runoff from forest and agriculture.
Non-point സോഴ്സസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഹാർഡർ ആണ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് അർബൻ സ്റ്റോം വാട്ടർ റൺ ഓഫ് ആൻഡ് ഓവർഫ്ലോ ഡിസ്ചാർജസ് ആസ് വെൽ ആസ് റൺ ഓഫ് ഫ്രം ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ. The balance portion of marine pollution will be discussed in the next lectures. Thank you.